ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആണ് കേട്ടോ. രാവിലെ തന്നെ ഞങ്ങളൊന്ന് നടക്കാനായിട്ട് പോയിട്ടുണ്ട്. ആമയെ സ്കൂളിൽ വിട്ടിട്ട് അതുവഴി ഞങ്ങൾ പാർക്കിലേക്ക് വരുവാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും ഞാനിതിന് മുന്നേയും ഈ ഒരു പാർക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ നാട് പോലെ ഇരിക്കുക ഇവിടെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. അപ്പോൾ ഞാനിങ്ങനെ നടക്കാനായിട്ട് വരുമെങ്കിലും കുറേയൊക്കെ ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറേ നേരം റിലാക്സ് ചെയ്ത് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നടക്കുകയുള്ളൂ. പക്ഷേ ഹസ്ബൻഡ് അങ്ങനെയല്ല, വന്നാൽ ഉടനെ തന്നെ നന്നായിട്ട് തന്നെ നടക്കും. കുറച്ച് എക്സസൈസൊക്കെ അവിടെ നിന്ന് തന്നെ ചെയ്യാറുണ്ട് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിലും വീഡിയോ എടുക്കാത്ത ദിവസങ്ങളിലാണെങ്കിലും ഇതുപോലെ ഇങ്ങനെ ആസ്വദിച്ച് എല്ലാം കണ്ടൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. പിന്നെ ഞാനങ്ങനെ വന്ന ഉടനെ തന്നെ അങ്ങനെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് സ്പീഡിന് അങ്ങനെ നടക്കാറില്ല കേട്ടോ, പയ്യെയാണ് നടക്കുന്നത്. പിന്നെ ഇതേ കണ്ടോ, ഈ ഒരു സ്ഥലം കണ്ടോ, ഈ ഒരു പോർഷൻ കാണുമ്പോഴത്തേക്കും നമുക്ക് നാട് പോലെ ഇരിക്കും. ഒരു ചെറിയൊരു കലിങ്ക് പോലെയൊക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പം ഞാൻ ഈ ഒരു കുളത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അപ്പോൾ ഇതിനുള്ളിൽ ആമയും മീനും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഞാനിങ്ങനെ ഇതെല്ലാം കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നടക്കുവാണ്. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കൊക്കുണ്ടല്ലോ, വെള്ളക്കൊക്ക്, അതൊക്കെ ഇങ്ങനെ വന്നിരിക്കും. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയ സമയം തൊട്ട് പിന്നെ അതിനെ കാണാനില്ല കേട്ടോ. പിന്നെ ഈ പാർക്കിൻ്റെ തൊട്ടടുത്ത് ഒരു ക്ഷേത്രം ഇരിപ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കോവിലിലെ പാട്ടൊക്കെ കേൾക്കാനായിട്ട് ഭയങ്കര രസമാണ്. നല്ലൊരു റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും കേട്ടോ ഇങ്ങനെ നടക്കാൻ പോകുന്ന ദിവസങ്ങളിൽ. ഇതേ കണ്ടില്ലേ, ഇതേ ഒരു കൊക്ക് പോകുന്നുണ്ടോ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഈ കുളത്തിനകത്ത് മീനുള്ളത് കൊണ്ട് അതിനെ പിടിക്കാനാണ് ഈ കൊക്ക് വരുന്നത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചെന്നൈ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ നാടധികം മിസ് ചെയ്യാറില്ല കേട്ടോ. നമ്മൾ താമസിക്കുന്ന സ്ഥലമാണെങ്കിലും ഇതുപോലെ നമ്മൾ പാർക്കിലൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഒക്കെ ഇങ്ങനെ പച്ചപ്പും ഹരിതാവയൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടല്ലോ അങ്ങനെ ഒരു മിസ്സിങ് അങ്ങനെ തോന്നാറില്ല കേട്ടോ. അപ്പോൾ അതേ നോക്കി, ഇതിനകത്ത് മാനത്ത് കണ്ണിയാണ് കിടക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ സൂം ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഒരുപാട് മീനുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്നായിട്ട് ഇങ്ങനെ വലിയ മീൻ ഇങ്ങനെ തലപൊങ്ങി നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഉണ്ട് ഒരു ആമക്കുട്ടൻ്റെ ഇതുവഴി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് കേട്ടോ രാവിലെ ഈ ഒരു വെയിലിൻ്റെ ഈ വെളിച്ചത്തിൽ ഇതൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ ഭയങ്കര രസമാണ്. നല്ല റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് പോയിട്ട് കുറച്ച് നേരം നടന്നിട്ടൊക്കെ വരുമ്പോഴത്തേക്കും നല്ലൊരു ഫ്രഷ് എയർ ഒക്കെ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ് കേട്ടോ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും നടക്കാൻ പോകാൻ പറ്റാറില്ല. ഹസ്ബൻഡിന് ഡ്യൂട്ടി ഇല്ലാത്ത ദിവസങ്ങളിലാണ് ഞങ്ങൾ രാവിലെ പോവുള്ളൂ. അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ നടന്നിട്ടൊക്കെ വന്നതിന് ശേഷം വന്ന വഴിക്ക് പാല് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കഴിക്കുന്നത്. ഞങ്ങളിപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഇത് തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഒരു കവർ പാലിൻ്റെ പകുതിയോളം പൊട്ടിച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കാച്ചി എടുത്തിട്ടുണ്ട്. ഇനി അത് തണുക്കാനായിട്ട് വയ്ക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിനിടയിൽ ചിയാ സീഡ്സ് ഇല്ലേ, അതാണ് വെള്ളത്തിൽ കുതിർത്താനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ശരിക്കും തലേ ദിവസമാണ് നമ്മൾ വെള്ളത്തിൽ കുതിർക്കേണ്ടത്. അപ്പോൾ ഞാനാണെങ്കിൽ മറന്നു പോയായിരുന്നു തലേ ദിവസം ഇടാനായിട്ട്. അങ്ങനെ പിന്നെ എന്തെങ്കിലും നടന്നിട്ട് വന്നതിന് ശേഷം ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. ശരിക്കും രാവിലെ എഴുന്നേറ്റ് വെള്ളത്തിൽ ഇത് കുതിർക്കാനായിട്ട് ഇടണമെന്ന് കരുതിയിട്ട് അപ്പോഴും ഞാൻ വിട്ടുപോയി കേട്ടോ. ആമിക്ക് സ്കൂളിൽ ലഞ്ചൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ തിരക്കിനിടയിൽ വിട്ടുപോയതാണ്. പിന്നെ ഞാൻ ഇതിന് വേണ്ടുന്ന നമ്മുടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടുന്ന ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് കറുത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും അത് തീർക്കാൻ വേണ്ടിയിട്ട് അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മാതളാണ് ഉണ്ടായിരുന്നത്. എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം നമുക്ക് ചേർക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഒരു മാതളവും പഴവും മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഏത്തപ്പഴം ഉണ്ടായിരുന്നു, ഞാനത് എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാല് നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ചിയാ സീഡ്സ് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പഞ്ചസാര വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ചെറുതായിട്ട് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും ഷുഗറിൻ്റെ ആവശ്യം വരത്തില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർക്കാം. ഇല്ലെങ്കിൽ വെയിറ്റ് ലോസ് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഹണി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വൈറ്റ് ഷുഗറാണ് ചേർത്ത് കൊടുത്തത്. അങ്ങനെ ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഇത് മാറ്റിയതിന് ശേഷം ഹസ്ബൻഡിന് കൊടുത്തു. പിന്നെ ഞാനാണെങ്കിൽ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് റോസ് മിൽക്കും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. റോസ് മിൽക്കിൻ്റെ എസൻസ് വീട്ടിലിരിപ്പുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊരു ഗ്ലാസ് കഴിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ വയറ് നന്നായിട്ടൊന്ന് ഫുള്ളാവും. പാലിൻ്റെ കൂടെ ഈ ഫ്രൂട്ട്സൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്.
വേറെ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഈ ഒരു ചിയ സീഡ് ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് വെയിറ്റ് ലോസിനും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് അൺഹെൽത്തി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു വൈറ്റ് ഷുഗർ ചേർത്തേക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്കൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടാണ്. ഒരു ഗ്ലാസ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വയറൊന്ന് ഫില്ലായിക്കോളും. ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഇതുപോലെ തൈര് മേടിച്ചുകൊണ്ടാണ് വന്നത് കടയിൽ നിന്ന്. പാലും തൈരും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ തൈര് ഞാൻ ഇതുപോലെ പാത്രങ്ങളിലേക്കാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് ഇത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് സമാധാനത്തിലിരുന്നാണ് ഞാനിത് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണിത്. അപ്പോൾ നമുക്ക് ആ ഒരു ലിവിങ് റൂമിൽ അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്ലാറ്റിൻ്റെ അവിടുത്തെ വ്യൂവും ഈ നമ്മുടെ പുറത്തേക്കുള്ള ആ ഒരു വാഹനങ്ങളൊക്കെ പോകുന്ന കാണാനൊക്കെ ഭയങ്കര രസമാണ്. നല്ല റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഏകദേശം ഒരു 9:30 പുറത്തായിട്ടുണ്ട് കേട്ടോ. 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞങ്ങളിത് കഴിക്കാനായിട്ട് തുടങ്ങിയത്. ശരിക്കും രാവിലെയൊക്കെ നടക്കാനായിട്ട് പോയിട്ട് വന്നിട്ട് ഇത് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ഞാനാണെങ്കിൽ ആമിയെ സ്കൂളിൽ 8:30 വിടുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ സമയം കിട്ടത്തില്ല. അപ്പോൾ അവളെ വിട്ടതിന് ശേഷം ഞങ്ങൾ അതുവഴി പോയിട്ടാണ് വരുന്നത്. പിന്നെ ഇന്നേതായാലും കുറച്ച് ക്ലീനിങ് ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് സമയം ദിവസവും ഇതുപോലെ ക്ലീനിങ്ങിന് ഞാൻ മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. ദിവസവും പറ്റിയില്ലെങ്കിൽ ഒന്നിട വിട്ടെങ്കിലും ഞാനിങ്ങനെ ക്ലീനിങ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാറുണ്ട്. അപ്പോൾ ഇന്നെന്തായാലും ഞാൻ ഈ ഒരു ബാൽക്കണി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഭയങ്കര ഡസ്റ്റാണ്. അപ്പോൾ ഇത് ഒരിക്കലും നമുക്ക് ഡെയിലി ഇങ്ങനെ അടിച്ചെടുത്തുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെയാണ് ഇവിടെ ഡസ്റ്റ് ചെയ്തെടുക്കുകയുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഡസ്റ്റ് പറ്റും. കാരണം ഈ തൊട്ടടുത്ത് കിടക്കുന്ന ഗ്രൗണ്ടിലെ മണ്ണെല്ലാം കൂടി ഇങ്ങനെ പറ്റി പിടിച്ചിട്ട്, അപ്പോൾ ഗ്രില്ല് ഫുള്ളായിട്ട് ഡസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒന്ന് ഡസ്റ്റർ യൂസ് ചെയ്തിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്യാമെന്ന് കരുതി. പിന്നെ നമ്മുടെ ആ ഒരു ചെരുപ്പ് സ്റ്റാൻഡ് ഇരിക്കുന്നില്ലേ, ആ ഒരു സ്റ്റാൻഡൊക്കെ അവിടെ നിന്നെടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതൊക്കെ ചെയ്യുന്നതിനിടയിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. അപ്പം നമ്മളൊരു ഏജ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലൈഫ് മറ്റാർക്കെങ്കിലുമൊക്കെ വേണ്ടി ജീവിക്കുകയോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ടല്ലേ. മിക്കവാറും എല്ലാവരും, പൊതുവിൽ സ്ത്രീകൾ മാത്രമല്ല കേട്ടോ, പുരുഷന്മാരും അങ്ങനെയാണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ എൻ്റെ അച്ഛനെ തന്നെ എടുക്കുകയാണെങ്കിലും ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും മേടിച്ച് കഴിക്കാതെ അച്ഛൻ ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങളൊക്കെ ഇങ്ങനെ സഹിച്ച് അങ്ങനെയൊക്കെ ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ, അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള പലരും, നമ്മളുൾപ്പെടെ ഇപ്പോൾ പോലും നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കില്ല ചെയ്യുന്നത്. ഞാനിങ്ങനെ ഒരു ദിവസം ഇരുന്ന് ആലോചിച്ചതായിരുന്നു കേട്ടോ. നമ്മൾ എന്തിനാണല്ലേ ഇപ്പോൾ ഓവറായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എല്ലാം ത്യാഗം സഹിച്ച് അങ്ങനെ ചെയ്യുന്നത്. മക്കൾക്ക് വേണ്ടിയിട്ടും ഭർത്താവിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ എല്ലാം ചെയ്യണം. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മളെ കൂടി ഒന്ന് മറന്നു പോകാറുണ്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ ആദ്യം ദൃഢനിശ്ചയമായിട്ട് നമ്മൾ എടുക്കുക, നമുക്ക് വേണ്ടിയിട്ടും കൂടി ദിവസവും കുറച്ച് സമയം മാറ്റി വയ്ക്കും എന്നുള്ളത്. ഞാൻ മീ ടൈമിൻ്റെ കാര്യവും അല്ലെങ്കിൽ ജേണൽ റൈറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ ഞാൻ ഒരുപാട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ എന്നാലും ഇന്ന് ഈ കാര്യം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, അവർക്ക് വേണ്ടിയിട്ട് ഇതുവരെയും ജീവിച്ച് തുടങ്ങിയിട്ടില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഇപ്പം തന്നെ ഞങ്ങൾ രാവിലെ നടക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഹസ്ബൻഡ് അവിടെ നന്നായിട്ട് എക്സസൈസ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ ശരിക്കും അവിടെ പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് പ്രകൃതിയൊക്കെ ഒന്ന് കണ്ട് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് സന്തോഷമാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പോയത്. ചെറിയൊരു കാര്യമാണെന്ന് മറ്റുള്ളവർക്ക് തോന്നുമായിരിക്കാം, പക്ഷേ അതിൽ നിന്നും എനിക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. പിന്നെ അടുത്ത് വന്നിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ നേരെ ക്ലീനിങ് ചെയ്തതിൻ്റെ കാരണം, എനിക്ക് ക്ലീനിങ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു വേറൊന്ന് തന്നെയാണ് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് എന്തെങ്കിലും വിഷമം വന്നാലും എന്തെങ്കിലും മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആയിരുന്നാലും ഞാൻ ഓടിപ്പോയിട്ട് ക്ലീനിങ് ആണ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് പലർക്കും കേൾക്കുമ്പോഴത്തേക്ക് അത്ഭുതമായിട്ട് തോന്നുമായിരിക്കും. സത്യമാണ് കേട്ടോ. എനിക്കത് എന്തോ എല്ലാം മറന്ന് ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്നത്. പിന്നെ വന്നപ്പോഴത്തേക്കുണ്ട് എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യമാണ് കേട്ടോ. അതായത് ഗാർഡനിങ് എന്ന് പറയുന്നത്. ഗാർഡനിങ്ങിന് ശരിക്കും നമുക്ക് എല്ലാവർക്കും അതിലൊരു ഇൻട്രസ്റ്റ് വന്നു എന്ന് വരത്തില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ എല്ലാ സ്ത്രീകളും വീട്ടിൽ ചെറിയൊരു കുട്ടിയൊരു ഗാർഡനെങ്കിലും ചെയ്യണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു കായ്ഫലം അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നൊരു പൂക്കൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൽ നിന്ന് പറിച്ചെടുക്കാൻ പറ്റുമ്പോഴത്തേക്കും കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. ഒരു പൂവൊക്കെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അതൊന്ന് വേറൊന്ന് തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഒന്നും ചെയ്യാനില്ല
ഒന്നുമില്ലാതെ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ എൻഗേജ്ഡ് ആക്കി വെക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഓരോ ദിവസവും ചിട്ടയോടുകൂടി തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയെന്ന് വരത്തില്ല കാര്യങ്ങളൊന്നും. ചില ദിവസങ്ങളിൽ നമുക്ക് ഭയങ്കര ഒരു ബോറടി ആയിരിക്കും, ചിലപ്പോൾ മാനസികമായിട്ട് എന്തെങ്കിലും വിഷമം, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴുണ്ടാകുന്ന പിരിമുറുക്കം, അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലേ. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ഹോബി നമ്മൾ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഗാർഡനിങ്ങിന് വേണ്ടിയിട്ടും ക്ലീനിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ എനിക്ക് കുക്കിംഗ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പുതിയ പുതിയ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യും, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ അടുത്തിടയ്ക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുക എന്നുള്ളത്. അതിപ്പോൾ ഞാൻ പ്രാക്ടിക്കലി ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയും എന്നിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ റീൽസോ ഷോർട്സോ എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടിരുന്നിട്ട് അതിങ്ങനെ തുടരെ കണ്ട് നമ്മൾ പിന്നീടുള്ള നമ്മുടെ പണികളൊന്നും നടക്കാതെ അങ്ങനത്തേക്ക് ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നായിരുന്നു ഈ ഇടയ്ക്ക് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് തന്നെ എന്നോട് തന്നെ ഒരു പുച്ഛം തോന്നി, എന്തിനല്ലേ നമ്മളിങ്ങനെ എപ്പോഴും ഫോണിൽ ഇങ്ങനെ അമിതമായിട്ടുള്ളൊരു ഉപയോഗം, അത് നമുക്ക് ആപത്ത് തന്നെയാണ്. അങ്ങനെ ഞാനിപ്പോൾ അതിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരുവാണ് ഇപ്പോൾ. പക്ഷേ എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യണം, പിന്നെ എഡിറ്റ് ചെയ്യണം, പിന്നെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നീട് പോയിട്ട് എൻ്റെ പണികളാണ് നോക്കുന്നത് കേട്ടോ. പിന്നെ നല്ല ഉറക്കം, അത് വളരെ അത്യാവശ്യമാണ് സ്ത്രീകൾക്ക്. നന്നായിട്ട് ഉറങ്ങുക, പിന്നെന്താ നല്ല ബുക്സുകൾ വായിക്കുക. റീഡിങ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു കാര്യമല്ല, അതൊരു നമ്മുടെ ജീവിതത്തെ വളരെയധികം ഇമ്പാക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ. അതായത് നല്ല ബുക്സ് ആയിരിക്കണം വായിക്കേണ്ടത്. എല്ലാ ടൈപ്പ് ഇതിലും വരുന്ന ബുക്സുകൾ നമുക്ക് വായിക്കാം. അങ്ങനെ നമ്മളെ തന്നെ എൻഗേജ്ഡ് ആക്കി വെക്കുക കേട്ടോ. ഇപ്പോൾ ഹസ്ബൻഡും മക്കളും ഒക്കെ സ്കൂളിലും ഓഫീസിലും ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായൊരു ഫ്രീ സ്പേസ് കിട്ടും കേട്ടോ. രാവിലെ തന്നെ നമ്മുടെ പണികളെല്ലാം, അതായത് കുക്കിംഗ് എല്ലാം നമ്മൾ രാവിലെ ഒതുക്കി വെക്കുകയാണെങ്കിൽ തന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കുറേ സമയം കിട്ടും. അപ്പോൾ ആ സമയം നമുക്ക് മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അത് ശരിക്കും നമ്മൾ ഓരോ ദിവസവും കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ഇന്ന് എന്തിനാണ് എഴുന്നേറ്റത്, ഞാൻ എന്താണ് ഇന്നത്തെ ദിവസം ചെയ്തത് എന്നുള്ളത് അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരാനായിട്ട് പാടില്ല കേട്ടോ. എന്ന് എഴുതിയിട്ട് എല്ലാ ദിവസവും അങ്ങനെ നമുക്ക് പ്രൊഡക്റ്റീവായിട്ടിരിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറ്റത്തില്ല. പക്ഷേ നമുക്ക് പറ്റും കേട്ടോ. നമ്മൾ മനസ്സ് വെച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ഓരോ നിമിഷവും വളരെ വിലപ്പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറ്റം പറയാറുണ്ട്. നമുക്ക് കുറേ കടമുണ്ട്, അല്ലെങ്കിൽ ബാധ്യതയുണ്ട്, നമുക്ക് എന്തൊക്കെയോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് മാനസികമായിട്ടും അത് ഒരു സന്തോഷം തരുന്നൊരു കാര്യമല്ലല്ലേ. അപ്പം നിങ്ങൾക്ക് എന്താണോ കഴിവുള്ളത്, ഇപ്പോൾ എന്തായാലും എല്ലാ മനുഷ്യരെയും ഒരു കഴിവോടുകൂടി തന്നെ ആയിരിക്കും ദൈവം സൃഷ്ടിച്ചേക്കുന്നത്. ആർക്കും ഒരു കുറവും ഉണ്ടായിട്ടല്ല കേട്ടോ സൃഷ്ടിച്ചേക്കുന്നത്. ഇനി അഥവാ അങ്ങനെ കുറവുകൾ ഉണ്ടെങ്കിലും അത് നമ്മുടെ കൂടുതലായിട്ട് കണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോവാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ ഇതുപോലെ എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഒന്നും ഇല്ല, അല്ലെങ്കിൽ നമ്മൾ ഒന്നും കൊള്ളത്തില്ല, വേസ്റ്റ് ആണെന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ ഓർമ്മ വെച്ച കാലം തൊട്ട് നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങൾക്ക് 10th നല്ല മാർക്ക് കിട്ടിയതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വിവാഹമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ മക്കൾ ഉണ്ടായ ആ ഒരു മൊമെൻ്റ് ആയിരിക്കാം. അതൊക്കെ നിങ്ങൾ ചിന്തിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വിഷമം വന്നിരിക്കുന്ന സമയത്ത് നമുക്കത് ചിന്തിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ശരിക്കും ജേർണൽ റൈറ്റിംഗ് എന്ന് പറയുന്നൊരു സംഭവം നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. കാരണം നമ്മൾ ഓരോ ദിവസത്തെയും നല്ല കാര്യങ്ങൾ ഇങ്ങനെ എഴുതി പോവാണ് ചെയ്യുന്നത്. ശരിക്കും നമ്മളെപ്പോഴും ദൈവത്തോടും ഈ പ്രപഞ്ചത്തോടും നന്ദി പറയുകയാണ് വേണ്ടത്. കാരണം നമുക്ക് ചുറ്റും ഒരുപാട് പേർക്ക് ഒരുപാട് കുറവുകളുണ്ട്. അതുപോലൊരു കുറവില്ലാതെ നമുക്കെല്ലാം തന്ന് ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നതിന് നന്ദി പറയുകയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ നിമിഷവും നിങ്ങൾ ആസ്വദിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങളുടേതായൊരു പേഴ്സണൽ സ്പേസ് നിങ്ങൾ എടുക്കുക. പിന്നെ എല്ലാത്തിനും കിടന്ന് ഇങ്ങനെ ബഹളം വെച്ച് സംസാരിച്ച് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയാൻ പോയിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് താൻ എന്തോ ഒരു സംഭവമാണെന്ന് പറയാനായിട്ട് അങ്ങനെയൊന്നും പറയാനൊന്നും നിൽക്കണ്ട. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വഴക്കുണ്ടാവുന്നൊരു സിറ്റുവേഷൻ, ഇപ്പോൾ 2 പേര് തമ്മിൽ ഒരു ആർഗ്യുമെൻറ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പതിയെ അങ്ങോട്ട് ഒഴിഞ്ഞു മാറാം കേട്ടോ. നെഗറ്റിവിറ്റി തരുന്ന സിറ്റുവേഷൻസൊക്കെ നമ്മൾ തന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോഴും നല്ലത്. കാരണം അത് നമുക്കൊരിക്കലും ഒരു ഗുണം എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് തരത്തില്ല കേട്ടോ. നമ്മുടെ അന്നത്തെ ദിവസം തന്നെ പോകും. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് അങ്ങനെയാണ്. എന്നോട് ആരെങ്കിലും എതിർക്കാറുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ, എനിക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പറയുവാണെങ്കിൽ
ഞാൻ സൈലൻ്റായിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ ഉടനെ തന്നെ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പറയുന്ന കാര്യങ്ങളല്ല. ഒരുപാട് വീഡിയോസ് ഇങ്ങനെ യൂട്യൂബിൽ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റി കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് ചിലപ്പോൾ വിഷമം വന്നേക്കാം, ചിലപ്പോൾ മറ്റുള്ളവർ പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ടൊരു സങ്കടം തോന്നാം. എന്തൊക്കെ തന്നെ ആണെങ്കിലും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ഒരു ഹോബി നമുക്ക് ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് പെട്ടെന്ന് മാറാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളിപ്പോൾ ഒരുപാട് സംസാരിച്ച് നമ്മൾ ആരാണെന്ന് തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ സംസാരിച്ചില്ലെങ്കിലും സൈലൻ്റായിട്ടിരുന്നാലും നമുക്കൊരു മനസ്സമാധാനം കിട്ടും അല്ലേ. പിന്നെ നമ്മുടെ എല്ലാ പോയിൻറ്റ്സും എല്ലായിടത്തും നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് വ്യക്തമായ കാര്യങ്ങൾ വളരെ കുറച്ച് സെൻറ്റൻസിൽ പറഞ്ഞ് നമുക്ക് തീർക്കാവുന്നതേ ഉള്ളൂ. അത് എല്ലായിടത്തും പറയണമെന്നുമില്ല, കാരണം എല്ലാവരോടും എല്ലാം പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിൽ കിട്ടുന്ന ഓരോ നിമിഷവും നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. നമ്മുടെ ഓരോ സന്തോഷങ്ങളും നമ്മൾ എൻജോയ് ചെയ്യുക. നമ്മൾ നമ്മളെ തന്നെ കൂടുതൽ പാമ്പർ ചെയ്യുക. ഈ ലോകത്ത് ആർക്കും ആരോടും ഒരു സ്നേഹം കൂടുതലായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ ഒരു കാലത്ത് അവനവൻ തന്നെയാണ് ഏറ്റവും വലുത്. അത് നമുക്ക് പല സാഹചര്യങ്ങളിലും നമ്മളത് തിരിച്ചറിയുന്ന ഒരു സമയം ഉണ്ടാവും. എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ എന്നെ തന്നെ കെയർ ചെയ്യുക, ഞാൻ എന്നെ ഹാപ്പി ആയിട്ട് ഇരുത്തുക, എൻ്റെ സന്തോഷങ്ങൾ എൻ്റെ കയ്യിലാണ് എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. കുറച്ച് കൂടിപ്പോയി എന്നറിയാം. അപ്പോൾ എന്തായാലും ഇതിനിടയിൽ തന്നെ നമ്മുടെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ ഞാനിങ്ങനെ മുടി കൊഴിച്ചിലിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്ന കാര്യം പറയണമെന്ന്. കുറച്ച് പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ആ കമൻസൊക്കെ വായിച്ചപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഞാനൊരു കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങളത് ആ ഒരു സ്പിരിറ്റിൽ അത് ഉൾക്കൊള്ളുകയും എന്നെ കൂടുതൽ കെയർ ചെയ്യുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ കമൻസ് ഇട്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ വൈറ്റമിൻ ഡി ഞാൻ എന്തായാലും ചെക്ക് ചെയ്യുന്നുണ്ട്, ഉടനെ കാണത്തില്ല. അപ്പോൾ അത് ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണെന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു ഹെയർ ഓയിൽ പ്രിപ്പയർ ചെയ്തെന്ന് അറിഞ്ഞില്ലേ, അതിൻ്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീക്കിൽ ഷെയർ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾ ഓരോരുത്തരും തരുന്ന ഓരോ കമൻസ് വായിക്കുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കാരണം എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഈ ഫാമിലിയിലുണ്ടെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ കമൻ്റ് ഇടാനായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മടിയുണ്ടെങ്കിൽ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. നിങ്ങൾ കമൻസിൽ എന്തായാലും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ, അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടോ, എന്തെങ്കിലും അഭിപ്രായം പറയണം, എല്ലാം നിങ്ങൾ പറയുക കേട്ടോ. നമുക്ക് കമൻസ് വായിക്കുമ്പോഴാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനൊരു പ്രചോദനം ആവുന്നത്. അപ്പോൾ ഇതുവരെ കമൻസ് അറിയിച്ച എല്ലാവർക്കും, ഇനി കമൻസ് അറിയിക്കാൻ പോകുന്നവർക്കും ഒക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. മുളകും മല്ലിയൊക്കെ ഞാൻ വെയിലത്ത് ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് ഫ്രൈഡ് റൈസും കോളിഫ്ലവർ ഫ്രൈ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട്. കോളിഫ്ലവർ മസാല കീമ പോലെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇനി ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഞാൻ ഷെയർ ചെയ്യാം. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണിത് ട്രൈ ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് പോയിട്ട് മുളകും മല്ലിക പൊടിക്കാനായിട്ട് പോയി. പോകുന്ന വഴിയിൽ തന്നെ ആമിയും വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ഞങ്ങളുടേതായൊരു ടൈമാണിത്. അപ്പോൾ ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഞങ്ങളിങ്ങനെ ടെറസിലേക്ക് വരും. ഇന്നിപ്പോൾ എന്തായാലും ഈവനിങ് കട്ടൻ കുടിക്കാനായിട്ട് ടെറസിൻ്റെ മേലെ വന്നിരുന്ന് കുടിക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ ആമി പഠിക്കാനുള്ള ബുക്സുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കുറച്ച് നേരമൊക്കെ ഇവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് ഫാമിലിയായിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു സമയവും നമ്മൾ മിസ് ചെയ്യാനായിട്ട് പാടില്ല കേട്ടോ. കാരണം ഈ നിമിഷവും കടന്നു പോവല്ലേ, നമുക്ക് ഈ ഒരു മൊമെൻറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതാണ്. തൊട്ടടുത്തുള്ള നിമിഷം അല്ലെങ്കിൽ അടുത്ത ഫ്യൂച്ചറിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റിലെ കാര്യങ്ങൾ എന്താണെന്ന് നമ്മുടെ കയ്യിലല്ല കേട്ടോ. നമുക്ക് ഒന്നും തന്നെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു ഇതാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഓരോ മൊമെൻറ്റും ആസ്വദിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.